കണ്ടില്ലേ, ഓടി വരുന്നത് മാളുവാണ്. മുഖത്ത് 1000 വാട്സിൻ്റെ ചിരിയുണ്ട്, കയ്യിലൊരു കവറുമുണ്ട്. ചേച്ചിയെ കണ്ടപാട് അനിയത്തി ഓടി വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. ചേച്ചിയും അനിയത്തിയും കൂടി നല്ല സ്നേഹത്തിലാണ്. അപ്പോൾ കയ്യിലെന്തോ കാര്യമായിട്ടുണ്ട്. പർച്ചേസിങ്ങിന് പോയതാണോ? അല്ല, ഇത് ലോക്കൽ പർച്ചേസിംഗ് അല്ല, ഇൻ്റർനാഷണൽ പർച്ചേസിംഗ് ആണ്. ആ കവറിൽ കാണുന്നത് കേവലം സാധനങ്ങൾ മാത്രമല്ല, അത് സ്നേഹമാണ്. മക്കളോടുള്ള സ്നേഹം, കൊച്ചുമക്കളോടുള്ള സ്നേഹം, അമ്മയുടെ സ്നേഹം, അച്ഛൻ്റെ സ്നേഹം. ഈ കവർ നാട്ടിൽ നിന്നും പുറപ്പെട്ടിട്ട് 5-6 ദിവസങ്ങളായി. അന്നു മുതൽ അവർ കാത്തിരിപ്പിലാണ്, ഇതെത്തുന്നതും കാത്ത്. അതിനുള്ളിലുള്ളത് എന്തൊക്കെയാണെന്ന് അവർക്കറിയാം. അവരുടെ ആവശ്യങ്ങളാണ് അതിൽ സ്നേഹം നിറച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. സത്യത്തിൽ നാട്ടിലെ ഓരോ കാഴ്ചകളും നമ്മുടെ നാടും നാടിൻ്റെ മണവും നാട്ടിലെ പ്രിയപ്പെട്ടവരും കാക്കയും പൂച്ചയും ഒക്കെ നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ആ നാട് വിട്ടു നിൽക്കുമ്പോഴാണ്. ജീവിതത്തിൽ ചുരുങ്ങിയത് 1 വർഷമെങ്കിലും നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നും നമ്മളൊന്ന് വിട്ടു നിന്നാൽ മാത്രമേ നമുക്ക് വീടിനോടും നാട്ടുകാരോടും എത്ര സ്നേഹമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ആരെയും വർണ്ണിച്ചോ കേൾപ്പിച്ചോ മനസ്സിലാക്കി കൊടുക്കാവുന്ന ഒന്നല്ല, പകരം അത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. അങ്ങനെ ആ കവറുകളെല്ലാം, അതിൻ്റെ പുറം കവർ അവരഴിച്ചു കഴിഞ്ഞു. ഉള്ളിലെ കവർ തുറന്നു നോക്കിയപ്പോൾ 2 പേർക്കും ഓരോ ഡ്രസ്സുണ്ട്. ഓണമല്ലേ വരാൻ വേണ്ടി പോകുന്നത്, അപ്പോൾ ഓണക്കോടി കൊടുത്തു വിട്ടതാണ്. ഇന്ന് UAE നാടും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ കിട്ടുന്നത് അവിടെയും, അവിടെ കിട്ടുന്നതൊക്കെ ഇവിടെയും കിട്ടും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ. എന്നാലും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സുഖമുണ്ട്. 2 പേർക്കും ഈ മാലയും വളയും എല്ലാം സെലക്ട് ചെയ്തത് അവരുടെ മാമിയാണ്. കൂടാതെ ഈ സാധനം കൊണ്ടുവന്ന സജീഷ് അങ്കിളിനും പ്രത്യേകം നന്ദിയുണ്ട്. അങ്ങനെ മാലയും ക്ലിപ്പുമെല്ലാം തിരിച്ചും മറിച്ചും നോക്കി ഒരു സൈഡിലേക്ക് വെച്ചു. പിന്നെ അതിനുള്ളിലുള്ള പലഹാരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തെടുക്കുകയായി. പച്ചനുറുക്ക്, ചിപ്സ്, തക്കാളി നുറുക്ക്. അമ്മ മനസ്സ് തങ്ക മനസ്സ്, മുറ്റത്തെ തുളസി പോലെ എന്ന് മമ്മൂട്ടി പാടിയത് വെറുതെയല്ല. അത് തിന്നുക എന്നതിലുപരി അവർക്കത് കാണുന്നതിലുള്ള സന്തോഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ മനോഹരങ്ങളായിട്ടുള്ള വീഡിയോകളുമായി ഞങ്ങൾ തിരിച്ചു വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.